സംസ്ഥാന ഭാരവാഹികളുടെ എണ്ണം 100-ൽ കവിയരുതെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൽ തട്ടി കെ.പി.സി.സി പുനഃസംഘടന വൈകുന്നു. ഡൽഹിയിലടക്കം മാരത്തൺ ചർച്ചകൾ നടത്തിയെങ്കിലും തങ്ങളുടെ നോമിനികൾക്കു വേണ്ടി മുതിർന്ന നേതാക്കൾ നടത്തുന്ന ചരടുവലിയാണ് ഭാരവാഹി പട്ടിക രൂപീകരിക്കാൻ തടസ്സമാകുന്നത്. സമവായം ഉണ്ടാക്കാൻ കഴിയാത്തത് പുതിയ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പിടിപ്പുകേടാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് യുവ നേതാക്കളും 30 ജനറൽ സെക്രട്ടറിമാർ, 60 സെക്രട്ടറിമാർ, 5 വൈസ് പ്രസിഡന്റുമാർ, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിങ്ങനെയാണ് പരിഗണനയിലുള്ളവരുടെ എണ്ണം. നിലവിലുള്ള 21 ജനറൽ സെക്രട്ടറിമാരെ നിലനിർത്തിക്കൊണ്ടുതന്നെ പുതിയ ഭാരവാഹികളെ കൂടി വയ്ക്കാമെന്ന നിർദ്ദേശവും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഡി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തങ്ങളുടെ നോമിനികളെ നിയമിക്കണമെന്ന മുതിർന്ന നേതാക്കളുടെ ആവശ്യവും പുനഃസംഘടന വൈകിപ്പിക്കുകയാണ്. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ പി.സി. വിഷ്ണുനാഥ്, എ.പി. അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരാണ് നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. കെ.പി.സി.സി ഭാരവാഹികളിലും ഡി.സി.സി അധ്യക്ഷന്മാരിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. കെ.പി.സി.സിയിൽ നിലവിലുള്ള ഇളവുകൾ നികത്തുന്നതിനോടൊപ്പം തന്നെ ഏതാനും ഭാരവാഹികളെ കൂടി അധികമായി വയ്ക്കാമെന്ന നിർദ്ദേശത്തിന് സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റുമാർക്കും ജനറൽ സെക്രട്ടറിമാർക്കും ഒപ്പം കെ.പി.സി.സി സെക്രട്ടറിമാരെ കൂടി നിയമിക്കാമെന്ന് ധാരണയായിട്ടുണ്ട്. നേതാക്കളെയും എണ്ണവും സംബന്ധിച്ചാണ് അന്തിമ തീരുമാനമാകാത്തത്. ഔദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ അടുപ്പക്കാർക്കാകും വിവിധ സ്ഥാനങ്ങളിൽ മുൻതൂക്കം. തങ്ങളോട് വേണ്ട രീതിയിൽ ചർച്ച നടത്തുന്നില്ലെന്ന പരിഭവം കെ. സുധാകരനെ കൂടാതെ എം.പിമാരായ അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, എം.കെ. രാഘവൻ എന്നിവർക്കുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ചർച്ച നടക്കുന്നില്ലെന്ന പരാതിയും യുവ നേതാക്കൾക്കുണ്ട്. കണ്ണൂർ, മലപ്പുറം, തൃശൂർ, എറണാകുളം ഡി.സി.സി അധ്യക്ഷന്മാരെ മാറ്റേണ്ടെന്നാണ് നിലവിലുള്ള ധാരണ. കെ.സി. വേണുഗോപാലിന് താൽപ്പര്യമുള്ള പാലക്കാട് ഡി.സി.സി അധ്യക്ഷൻ എ. തങ്കപ്പനും തുടർന്നേക്കും. തിരുവനന്തപുരത്ത് രൂക്ഷമായ തർക്കം നിലനിൽക്കുന്നുണ്ട്. പാലോട് രവിയെ മാറ്റി താൽക്കാലിക പ്രസിഡന്റാക്കിയ എൻ. ശക്തന് തുടരാൻ താൽപ്പര്യമില്ല. ശരത് ചന്ദ്രപ്രസാദിനെയും ചെമ്പഴന്തി അനിലിനെയും പരിഗണിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണ ചെമ്പഴന്തി അനിലിനുണ്ട്. പുനഃസംഘടനാ വേളകളിലെല്ലാം പേര് ഉയർന്നു കേൾക്കുകയും ഒടുവിൽ തഴയപ്പെടുകയും ചെയ്യുന്ന നേതാവാണ് ശരത് ചന്ദ്രപ്രസാദ്. കൊല്ലത്ത് രാജേന്ദ്രപ്രസാദിനെ മാറ്റുന്നതിൽ കൊടിക്കുന്നിൽ സുരേഷ് എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ചിലരെ നിലനിർത്തുന്നതിലൂടെ മാറുന്നവരെല്ലാം കഴിവുകെട്ടവരാണെന്ന പ്രചരണം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും സംസ്ഥാന ഭാരവാഹികളുടെ എണ്ണം 100-ൽ കവിയരുതെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൽ കെ.പി.സി.സി പുനഃസംഘടന വൈകുകയാണ്. ഡൽഹിയിലടക്കം നിർണായക ചർച്ചകൾ നടത്തിയിരുന്നു എങ്കിലും ഇത്തരത്തിൽ പുനഃസംഘടന വൈകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.